നമുക്കിന്ന് ഈ ഹാർട്ട് ടെക്സ്ചർ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാവേ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പേപ്പറാണ്. അത് ബോണ്ട് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു കാർഡ്ബോർഡ് വേണം, പിന്നെ പശ വേണം, പിന്നെ നമുക്ക് കളർ വേണം. ഹാർട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ റെഡ് കളറാട്ടോ എടുത്തത്. പിന്നെ നമുക്ക് ഒരു ട്വീസർ വേണം. ഇനി ഈ പേപ്പർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പേപ്പർ പീസാക്കി മുറിച്ച് ആ വെള്ളത്തിലേക്ക് കുതിർക്കാൻ വെക്കാവേ. ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് ഇടാം. അപ്പോൾ പെട്ടെന്ന് ഇത് കുതിർന്ന് വരണം. ഞാനിപ്പോൾ ഒരു ഷീറ്റ് ഫുൾ പേപ്പർ പീസാക്കി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ചെറിയ ഹാർട്ട് ഉണ്ടാക്കാൻ അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തം കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന ലെവലിൽ വേണം വരാനായിട്ട്, ഈസി ആയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേനും നല്ല രീതിക്ക് ഇതേ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളം മൊത്തം പിഴിഞ്ഞ് കളഞ്ഞിട്ട് പേപ്പർ മാത്രം ആക്കിയിട്ട് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതേ വെള്ളം മൊത്തം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ പേപ്പർ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 ബോൾസായിട്ട് ഉള്ളത്ര ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസസ് ആക്കി മാറ്റാവേ. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ് കളർ ആഡ് ചെയ്യാവേ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റെഡിൻ്റെ ബ്രൈറ്റ്നസ് വേണ്ട അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പം ഒരു കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ഒത്തിരി ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ലേ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് പശയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പശയാണെന്ന് വെച്ചാൽ എടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഫെവിക്കോൾ ആട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഈ ഒരു ഇതിൽ വരും. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ വരച്ച് വെച്ചേക്കുന്ന കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ മെയ്ഡ് വിത്ത് ലവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ബ്ലാക്ക് കൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് 2 ഹാർട്ടിലുമായിട്ട് ഫില്ല് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കയ്യിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ല കറക്റ്റായിട്ട് അതിനകത്ത് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ട്വീസേഴ്സ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പം കൈവച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈസി ഇതാണ്. നമുക്കിനി അത് ഫില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഞാനത് എല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ. ഇതിപ്പോൾ ഫില്ല് ചെയ്യുമ്പം ആ ട്വീസേഴ്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പുറത്തൊക്കെ പോകാതെ എളുപ്പം ഫില്ല് ചെയ്യാൻ പറ്റുമേ. അത് ശ്രദ്ധിച്ച് പുറത്ത് പോകാതെ നന്നായിട്ട്, കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, എങ്കിലും ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടുന്നതുകൊണ്ട് ഇത്തിരി സമയം എടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ഇതേ ഒരെണ്ണം സൂക്ഷ്മമായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് ഒരെണ്ണം കഴിഞ്ഞ് ഇനി അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. ഇതുപോലെ ഇരിക്കും കേട്ടോ 2 ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഞാൻ ചെറുതായിട്ട് അതിന് സൈഡിലേക്ക് ബോർഡറും കൂടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് തോട്ട്സ് ആൻഡ് വൈബ്സ്.